ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ പേര് ബിനീഷ്, എൻ്റെ ചാനലിൻ്റെ പേര് മല്ലുവായി. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ സെയിം ഫാമിലാണ്. അത് നമ്മൾ നോക്കിയായിരുന്നു. ചെയ്തപ്പം ഡേ 5ൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഡേ 5. അതിന് മുന്നേ ഡേ 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങൾ ആ വീഡിയോ കാണണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സെയിം ഷെഡ്യൂളിൽ ഇപ്പം 11ാമത്തെ ദിവസമായി. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഡേ 11ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ആ ചെയ്ത കോഴിയുടെ വെയിറ്റ് അന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ, അന്ന് ഏകദേശം ഫസ്റ്റ് വീക്കിൽ വെയിറ്റ് ഏകദേശം 170 ഗ്രാം ഉണ്ടായിരുന്നു ടോട്ടൽ ആവറേജ് വെയിറ്റ് ഫസ്റ്റ് വീക്കിൽ. അത് ഏഴാമത്തെ ദിവസം വെയിറ്റ് എടുത്തപ്പോൾ. ഇന്നിപ്പോൾ 11 ദിവസമായി. ഇത് നമ്മൾ വന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നു 37 ഗ്രാമുള്ള കോഴികളായിരുന്നു. വെറും കുഞ്ഞു കോഴികളായിരുന്നു. നമ്മൾ ഗ്രോത്ത് അനുസരിച്ച് ഇപ്പോൾ ഈ ഡ്രിങ്കർ ലൈനിൻ്റെയും ഫീഡർ ലൈനിൻ്റെയും കുറച്ച് ഹൈറ്റ് കൂട്ടിക്കൊടുക്കും. പിന്നെ ഞാൻ ബാക്കിൽ ഫുൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ അന്ന് ഇത്രയും സ്പേസ് ഇല്ലായിരുന്നു. ഏകദേശം 3/4 പോർഷൻ വരെ ഉള്ളായിരുന്നു. അതുവരെ പാർട്ടീഷൻ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുൾ സ്പേസ് കൊടുത്ത്, കാരണം കോഴികളുടെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ഫുൾ സ്പേസ് കൊടുക്കുക. അപ്പോൾ അതിന് കംഫർട്ടായിട്ട് ഓടിയും ഒരു സ്പേസ് കിട്ടുമ്പോൾ അതിന് വളരാനും നല്ല കംഫർട്ടായിരിക്കും. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ പുറത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വലിയ ഫാനുകൾ ഇപ്പോൾ മാനുവലിൽ റൺ ചെയ്തിരിക്കുക. ഓട്ടോമാറ്റിക് അല്ല, മാനുവലി. കാരണം ഓവറായിട്ട് ഇച്ചിരി ടെമ്പറേച്ചർ പുറത്തുണ്ട്. അതുകൊണ്ട് അകത്ത് ടെമ്പറേച്ചർ കംഫർട്ട് ആവാൻ വേണ്ടി നമ്മൾ 2 ഫാൻ, ഞാൻ വലിയ ഫാനുകൾ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന സൈഡ് ഫാൻ റൺ ചെയ്യുന്നുണ്ട് അവിടെയും. ഇപ്പോൾ സൈഡ് ഫാൻ ഇപ്പം ഒരു സൈഡിൽ 3, ഒരു സൈഡിൽ 3 സൈഡ് ഫാൻ, അടുത്ത സൈഡിൽ 3 സൈഡ് ഫാൻ. ടോട്ടൽ 6 സൈഡ് ഫാനുകളുണ്ട് ഇവിടെ ഈ ഷെഡിൽ. എന്ന് പറയുമ്പോൾ 120 മീറ്ററുള്ള ഷെഡാണ്. 120/15 അതാണ്. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഏകദേശം 425+ ഗ്രാം വരും. നമ്മളതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് വെയിറ്റ് 425 ഗ്രാമാണ്. അത്രത്തോളം വരും. അതിൽ കൂടുതൽ വരുന്നെങ്കിലേ ഉള്ളൂ ടോട്ടൽ ആവറേജ്. വീഡിയോയിൽ കാണുമ്പോൾ ഫാൻ പതുക്കെ കറങ്ങുന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് തോന്നും, പക്ഷെ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ബിഗ് ഫാൻ കണ്ട 8 എണ്ണം ഇവിടെയും, പിന്നെ 2 ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം സൈഡിൽ 2 എണ്ണവും. ടോട്ടൽ 10 ഫാനാണ് തോന്നുന്നു, വലിയ ഫാൻ, എക്സോസ്റ്റ് ഫാൻ. ഇപ്പോൾ ഒന്നും മെഡിസിനൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ സാധാ പ്ലെയിൻ വാട്ടർ മാത്രമേ ഇപ്പോൾ പോകുന്നത്. പിന്നെ ക്ലോറിൻ മിക്സ് ചെയ്യും. ക്ലോറിൻ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ വെള്ളം, നമ്മൾ ഓരോ വെള്ളത്തിൻ്റെ ഇങ്ങനെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ ക്ലോറിൻ മിക്സ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഏകദേശം 1000 ലിറ്ററിന് 30 ഗ്രാം ക്ലോറിൻ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. 20 to 30 ഗ്രാം ആ റേഞ്ചിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ക്ലോറിൻ. മുന്നേ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പം പ്ലേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ട്രേസ് എല്ലാം മാറ്റി. നമ്മൾ കോഴി എടുത്തരാകുമ്പോൾ ഒരു 8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും 7 ദിവസം ആകുമ്പോഴത്തേക്കും പ്ലേറ്റ്സ് ട്രേസ് എല്ലാം മാറ്റി നമ്മൾ. ഇനിയിപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഫീഡേഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫീഡേഴ്സ്, ഡ്രിങ്കേഴ്സ്.
ഇതുകൊണ്ടൊരു ഫാം നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നല്ല എക്സ്പെൻസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. മാനുവൽ ഷെഡിനേക്കാളും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. മാനുവൽ ഷെഡ് എന്ന് പറയുമ്പോൾ നമ്മളത് ലേബേഴ്സിനെ എക്സ്ട്രാ വെക്കുകയും ചെയ്യണം. പിന്നെ കൂടാതെ വെയിറ്റും വരാൻ ഭയങ്കര താമസമായിരിക്കും. ഇതാകുമ്പോൾ മൊത്തം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ വഴി ഫീഡെല്ലാം കണ്ടിന്യൂസ് പോവുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ലേബേഴ്സിനെ അങ്ങനെ വെക്കണ്ട, ഒരാളെ വെക്കണം ഇടയ്ക്ക് നോക്കാൻ വേണ്ടി. പിന്നെ ഫീഡ് സൈഡിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം. അകത്തൊന്നും അല്ലാതെ റാക്ക് ചെയ്യാനും കുറച്ച് പണിയുള്ളൂ ലേബേഴ്സ്. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ പിന്നെ ഞാൻ നിർത്തുകയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ വളർന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ കാണാം ഗ്രോത്ത് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അതിന് ശേഷം. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.